ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, മണിപ്പൂർ വിഷയം തുടങ്ങിയവ ഉയർത്തിയാണ് പ്രതിപക്ഷം ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തുടക്കമാകും. ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ നാളെ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും നാളെ വിപുലമായ പരിപാടികൾ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് 500ഓളം മേര യുവ് ഭാരത് വോളണ്ടിയർമാർ അണിനിരക്കുന്ന പദയാത്ര സംഘടിപ്പിക്കും. ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിക്കും. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിക്കും. സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്രം നിരവധി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. കേരളത്തിലെ വ്യാവസായിക മുന്നേറ്റത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ 50ാം വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മയ്യഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ എം മുകുന്ദന് മാസ്റ്റർ പീസ് എഴുതാനായത് വലിയ കാര്യമാണെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. സാധാരണക്കാരനു വേണ്ടിയാണ് എം മുകുന്ദൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വയനാട് തോൽപ്പെട്ടി കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെന്റിൽ നിന്നും ആദിവാസികളെ ബലമായി ഒഴിപ്പിച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന വിരബാധയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിരവിമുക്ത ദിനമായ നാളെ വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും കുട്ടികൾക്ക് വിരഗുളിക നൽകണമെന്നും ഏതെങ്കിലും കാരണത്താൽ നാളെ ലഭിക്കാത്ത കുട്ടികൾക്ക് ഡിസംബർ 3-ന് ഗുളിക നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സജ്ജീകരിച്ച AI റിസപ്ഷനിസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ക്ഷേമനിധി ബോർഡായി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കളായ 197 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ തെലങ്കാനയിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഹൈദരാബാദിനെതിരെ 2 ഗോളിന് ഒഡീഷ മുന്നിലാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി താൻ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണെന്ന് കെ സുരേന്ദ്രൻ. ഇതിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന്റെ കാര്യമില്ലെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായിട്ടില്ലെന്നും ശ്രീ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മരം മുറിക്കാനായി റോഡിനു കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ തിരുവല്ല പോലീസ് കരാറുകാരനെ അറസ്റ്റ് ചെയ്തു. മുത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലെ മരം മുറിക്കുന്നതിനുവേണ്ടി റോഡിൽ കുറുകെ കെട്ടിയ പ്ലാസ്റ്റിക് കയറിൽ കുരുങ്ങി തകഴി സ്വദേശി സിയാദാണ് മരിച്ചത്. കൊല്ലം കൊട്ടാരക്കര പത്തടിയിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന 4 പേർക്കും 3 നാട്ടുകാർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമലയിൽ മണ്ഡലകാലത്ത് ഇതുവരെ 7,27,716 തീർത്ഥാടകർ ദർശനം നടത്തിയതായി കണക്കുകൾ. ഇന്ന് 51,238 പേർ വെർച്വൽ ക്യൂ വഴിയും 8,619 പേർ തത്സമയ ബുക്കിംഗ് മുഖേനയും ദർശനം നടത്തി. സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിയ പരിശോധനകളെ തുടർന്ന് ന്യൂനത കണ്ടെത്തിയ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 2 സ്ഥാപനങ്ങൾക്കെതിരെ 25,000 രൂപ വീതം പിഴയാണ് ചുമത്തിയത്. സംസ്ഥാനത്തെ റീട്ടെയിൽ വ്യാപാര മേഖലയിലെ നിക്ഷേപകർ പങ്കെടുക്കുന്ന റീട്ടെയിൽ സെക്ടറൽ കോൺക്ലേവ് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് നിക്ഷേപക സൌഹൃദമാകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു.
ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അമൃത് സ്വാപ് 3 പദ്ധതിയിൽപ്പെടുത്തി 20.6 കോടി രൂപയുടെ പ്രവൃത്തിക്ക് അനുമതി ലഭിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിതരണ ശൃംഖല വിപുലീകരിക്കുന്നതിന് 16.35 കോടി രൂപയുടെ പ്രവൃത്തികൾ നടന്നുവരികയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.